ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2023 ഇന്ത്യയിലുണ്ടായ പ്രധാന സംഭവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 3 ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോസിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതുകൂടി കാണുക. G20 ഉച്ചകോടി. G20 കൂട്ടായ്മയുടെ 18ാമത് ഉച്ചകോടി 2023 സെപ്റ്റംബർ 9-10 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപം ഇന്റർനാഷണൽ എക്സിബിഷൻ കൺവെൻഷൻ സെന്ററിൽ നടന്നു. 18ാമത് G20 ഉച്ചകോടിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. വസുദൈവ കുടുംബകം എന്നതായിരുന്നു ഉച്ചകോടിയുടെ ആപ്തവാക്യം. G20യുടെ 19ാമത് ഉച്ചകോടി ബ്രസീലിൽ നടക്കും. ആഫ്രിക്കൻ യൂണിയൻ G20 കൂട്ടായ്മയിലെ പുതിയ സ്ഥിരാംഗമായി മാറി. യുദ്ധക്കപ്പൽ കൈമാറ്റം. അസാധാരണമായ നടപടിയിലൂടെ ചരിത്രത്തിലാദ്യമായി ഇന്ത്യ സർവീസിലുള്ള ഒരു യുദ്ധക്കപ്പലിനെ സുഹൃദ് രാജ്യത്തിനു കൈമാറി. യുദ്ധക്കപ്പൽ INS കിർപാണിനെയാണ് 2023 ജൂലൈയിൽ വിയറ്റ്നാമിന് കൈമാറിയത്. കഴിഞ്ഞ 32 വർഷമായി ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാണ് INS കിർപാൺ. മണിപ്പൂർ കലാപം. 2023 മെയ് ആദ്യവാരം മണിപ്പൂരിൽ പൊട്ടിപ്പുറപ്പെട്ട വംശീയ കലാപം അന്വേഷിക്കാൻ ജൂണിൽ കേന്ദ്ര സർക്കാർ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. അന്വേഷണ കമ്മീഷന്റെ തലവൻ ഗുവാഹട്ടി കോടതി മുൻ ചീഫ് ജസ്റ്റിസ് അജയ് ലാംബെയാണ്. മണിപ്പൂരിലെ അക്രമ സംഭവങ്ങളെപ്പറ്റി CBI, സംസ്ഥാന പോലീസ് എന്നിവ നടത്തിവരുന്ന അന്വേഷണങ്ങൾ പരിശോധിക്കാനായി 2023 ഓഗസ്റ്റ് 7-ന് സുപ്രീം കോടതി 3-അംഗ വനിതാ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചു. ജമ്മു കാശ്മീർ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ഗീത മിത്തലാണ് കമ്മീഷന്റെ അധ്യക്ഷ. ജസ്റ്റിസ് ശാലിനി ജോഷി, ജസ്റ്റിസ് ആശ മേനോൻ എന്നിവരാണ് കമ്മീഷനിലെ മറ്റംഗങ്ങൾ. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. കേന്ദ്രത്തിലെ ഭരണകക്ഷിയായ NDA ഉയർത്തി വന്നിരുന്ന ഒരു പ്രധാന രാഷ്ട്രീയ മുദ്രാവാക്യമാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത്. ലോക്സഭ, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് സംബന്ധിച്ച പഠന റിപ്പോർട്ട് സമർപ്പിക്കാനായി 2023 കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല കമ്മിറ്റിയുടെ തലവൻ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ്. നമോ ഭാരത് തീവണ്ടി. അർദ്ധ അതിവേഗ തീവണ്ടി സർവീസിലൂടെ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം. 2023 ഒക്ടോബർ 20-ന് പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്ത രാജ്യത്തെ ആദ്യത്തെ അർദ്ധ അതിവേഗ തീവണ്ടിയാണ് നമോ ഭാരത്. സാഹിബാബാദ് മുതൽ ദുഹായ് ഡിപ്പോ വരെയാണ് നമോ ഭാരത് തീവണ്ടിയുടെ ആദ്യ സർവീസ്. നാരി ശക്തി വന്ദൻ അധിനിയം. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ പാസാക്കപ്പെട്ട ആദ്യത്തെ ബില്ലാണ് വനിതാ സംവരണ ബില്ല്. 128-ാം ഭരണഘടനാ ഭേദഗതി ബില്ല് 2023 പാസാക്കപ്പെട്ടതോടെ 106-ാം ഭരണഘടനാ ഭേദഗതിയായി മാറി. ലോക്സഭ, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലെ ആകെ സീറ്റുകളുടെ 1/3 വനിതകൾക്കായി സംവരണം ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതിയാണിത്. ഇനി നടക്കാൻ പോകുന്ന സെൻസസിനെ തുടർന്നാണ് നിയമം നടപ്പാക്കുക. പുതിയ പാർലമെന്റ് മന്ദിരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം 2023 മെയ് 28-ന് ഉദ്ഘാടനം ചെയ്തു. പുതിയ പാർലമെന്റ് മന്ദിരത്തിന് ത്രികോണാകൃതിയാണുള്ളത്. ലോക്സഭാ ഹാളിൽ 888 സീറ്റുകളും രാജ്യസഭയിൽ 384 സീറ്റുകളുമാണ് ഉള്ളത്. ലോക്സഭാ ഹാളിന്റെ ഉൾവശത്തെ മേൽക്കുര ദേശീയ പക്ഷിയായ മയിലിനോട് സാദൃശ്യമുള്ള തരത്തിലാണ് അലങ്കരിച്ചിരിക്കുന്നത്. രാജ്യസഭയുടെ അകത്തളം ദേശീയ പുഷ്പമായ താമരയോട് സാദൃശ്യമുള്ള വിധത്തിലുമാണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അധികാരത്തിന്റെ അടയാളമായി ചെങ്കോൽ സ്ഥാപിച്ചത് സ്പീക്കറുടെ ഇരിപ്പിടത്തിന്റെ വലതുവശത്തെ ചുവരിലാണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി 75 രൂപയുടെ പ്രത്യേക സ്മാരക നാണയം പുറത്തിറക്കി. സ്റ്റോറി ടെല്ലറിന് റെക്കോർഡ് വില. അമൃത ഷേർഗിൽ 1937-ൽ വരച്ച ദ സ്റ്റോറി ടെല്ലർ എന്ന പെയിന്റിംഗ് 2023 സെപ്റ്റംബറിൽ നടന്ന ലേലത്തിൽ
61.8 കോടി രൂപയ്ക്ക് വിറ്റുപോയി. ഇതുവരെയായി ഏറ്റവും ഉയർന്ന തുകയ്ക്ക് ലേലത്തിൽ വിറ്റുപോകുന്ന ഇന്ത്യൻ ആർട്ട് വർക്കാണ് ദ സ്റ്റോറി ടെല്ലർ. വലിയ ഹൈന്ദവ ക്ഷേത്രം. 2023 ഒക്ടോബർ 8-ന് ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഹൈന്ദവ ക്ഷേത്രം അമേരിക്കയിലെ ന്യൂജേഴ്സിയിലെ റോബിൻസ് വില്ലയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. BAPS സ്വാമിനാരായൺ അക്ഷർധാം എന്നതാണ് ക്ഷേത്രത്തിന്റെ പേര്. വിവിധ ഹൈന്ദവ ദേവതകൾക്കായുള്ള 13 അമ്പലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് മന്ദിർ. ഇതോടെ 2023 ഇന്ത്യയിലുണ്ടായ പ്രധാന സംഭവങ്ങളെക്കുറിച്ചുള്ള വീഡിയോ അവസാനിച്ചിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.